അപ്പൊ അവൻ തിരിച്ചടിക്കും. അതെ, ഇതുവരെ ചെയ്തോണ്ടിരുന്നത് അത് തന്നെയാണല്ലോ. എന്നാ അവൻ ഈ വീട്ടിലുള്ളവരോട് ശത്രുതയില്ലാതെ സ്നേഹത്തോടെ പെരുമാറിയിട്ടുള്ളത്? ഇന്നലെ നന്നായിട്ട് പേടിച്ചല്ലോ, അത് നല്ല ക്ഷീണമായി കാണും. അത് തീർക്കാൻ വെല്ലുവിളി. ഇതവന്റെ സ്ഥിരം പരിപാടിയാ. ഞാനിത് ഗൗരവത്തിലൊന്നും എടുക്കുന്നില്ല. കരുതിയിരിക്കണമെന്നാ എനിക്ക് തോന്നുന്നേ. പനി വരുത്തൂന്നല്ലേ പറഞ്ഞത്? എന്താ അതിനർത്ഥം? പേടിപ്പിക്കുമെന്നല്ലേ? അവൻ എങ്ങനെയൊക്കെ ശ്രമിച്ചാലും എന്നെ പേടിപ്പിക്കാൻ പറ്റില്ല പ്രിയെ. ആ കാലമൊക്കെ കഴിഞ്ഞുപോയി. പിന്നെ വേറെന്തെങ്കിലും ആയിരിക്കും ചെയ്യാൻ പോകുന്നത്? നീ ഇത് തന്നെ ആലോചിച്ചോണ്ടിരിക്കുവാണോ? അത് കളയണ്ട പ്രിയെ. അവന് ചെയ്യാൻ പറ്റുന്നൊക്കെ അവൻ ചെയ്യട്ടെ, ബാക്കി നമുക്ക് നോക്കാം. ചേച്ചി, എന്നാലും എന്നാലും ഇല്ല പ്രിയെ. നിനക്ക് തോന്നുന്നുണ്ടോ ഇപ്പൊ ഇങ്ങോട്ട് വരേണ്ടിയിരുന്നില്ല എന്ന്? ഒരിക്കലും ഇല്ല. ഈ വീട്ടിൽ ആർക്കും ഒരു ദോഷവും സംഭവിക്കരുത് ചേച്ചി, പ്രത്യേകിച്ചും ചേച്ചിക്ക്. എനിക്കത്രേ ഉള്ളൂ. നീ പേടിക്കുന്ന പോലൊന്നും നടക്കാൻ പോകുന്നില്ല പ്രിയെ. അതുകൊണ്ട് മനസ്സിലെ പേടിയൊക്കെ മായ്ച്ചു കളഞ്ഞ് സന്തോഷമായിട്ടിരിക്കാൻ നോക്ക്. ഒരുപാട് ജോലികൾ ചെയ്തു തീർക്കാനുള്ളതാ. ജോലികളോ? ആ അതെ, ശരത്തിനെ പൂട്ടണം. അത് തന്നെ വലിയൊരു ജോലിയല്ലേ. എവിടെ വെച്ചാണ് നിത്യയെ ശരത്ത് കൊന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കും. മോളെ, മോളെ കഴിക്കുന്നില്ലേ നീ? ഇപ്പൊ വേണ്ട, ഞാനിന്ന് പുറത്തേക്ക് പോവാ. എങ്ങോട്ട്? അതൊന്നും അറിയണ്ട, ഡാഡിയുടെ അടുത്തും പറയണ്ട. എന്നോടെങ്കിലും പറയേ. എനിക്ക് തന്നെ അറിയില്ല ഞാൻ ചെല്ലേണ്ട സ്ഥലം ഏതാന്ന്. എന്നാ തനിച്ചു പോണ്ട, വിശാലിനെയും കൂടെ വിളിക്ക്. എന്തിന്? അതൊന്നും വേണ്ട. ആരെ കാണാനാ പോകുന്നേന്ന് പറ. എനിക്ക് ഗുണമുള്ള ഒരാളെ കാണാൻ തന്നെയാ പോകുന്നേ. നോക്കട്ടെ എനിക്കും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന്. മോളെ, വാശി കാണിക്കരുത്, അത് മോക്ക് ദോഷേ വരുത്തൂ. ഈ വീടിനകത്ത് അടച്ചിരിക്കായിരുന്നില്ല ഇത്രയും കാലം. എന്നിട്ട് എന്റെ ജീവിതം ശരിയായോ? ഇനി ഞാനൊന്ന് പുറത്തിറങ്ങാൻ പോവാ. നഷ്ടപ്പെടുന്നുവെന്ന് ഞാൻ കരുതുന്ന എന്റെ ജീവിതം തിരിച്ചു പിടിക്കാൻ. നോക്കട്ടെ എന്നെ കൊണ്ട് പറ്റുമോന്ന്. നമുക്കൊരു പ്രശ്നം വരുമ്പോ സഹായിക്കാനെന്നും പറഞ്ഞ് പലരും കൂടെ കൂടും. അവരൊന്നും നല്ലവരായിരിക്കണമെന്നില്ല. തിരഞ്ഞെടുപ്പുകളാ മോളെ എപ്പോഴും നന്നാവേണ്ടത്. അത് മോശമായ എല്ലാം മോശമാവും. അത് അപ്പച്ചി പറയാതെ തന്നെ എനിക്കറിയാം. എന്റെ തെരഞ്ഞെടുപ്പുകള് എപ്പോഴും പാളിയിട്ടേ ഉള്ളൂ. വിശാലിന്റെ കാര്യത്തിൽ പാളി, ഇപ്പൊ അദ്ദേഹത്തിന്റെ കാര്യത്തിലും പാളി. വിശാലിന് നല്ല കുറ്റബോധമുണ്ട്. ആ കുറ്റബോധം എനിക്ക് ആവശ്യമില്ല. എന്തായാലും ഞാൻ പോയിട്ട് വരാം. തൽക്കാലം ആരും ഒന്നും അറിയണ്ട. മോളെ, പ്രശ്നം ഉണ്ടാക്കാനൊന്നും അല്ലല്ലോ നീ പോകുന്നേ. അങ്ങനെ തോന്നിയോ? ഞാൻ അത്തരക്കാരിയല്ല അപ്പച്ചി. പ്രശ്നം ഉണ്ടാക്കാനല്ല, ഉണ്ടായ പ്രശ്നം ഇല്ലാതാക്കാനാ പോകുന്നേ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കുഞ്ഞളിയാ, എന്താ കരിഞ്ഞു നാറുന്നുണ്ടല്ലോ? എന്റെ വയറായിരിക്കും. വല്ലതും മനസ്സറിഞ്ഞ് കഴിച്ചിട്ട് നാളൊരുപാടായേ. ഏയ്, ഇതൊന്നുമല്ല, ഡ്രസ്സ് കരിഞ്ഞതിന്റെ മണമാ. എങ്കിൽ അടുത്ത വീട്ടിൽ നിന്ന് വലുതായിരിക്കും. ഓ പിന്നെ, അടുത്ത വീട്ടിൽ നിന്ന് മണം ഇത്രയും ദൂരം വരാൻ പോവല്ലേ. ആരെങ്കിലും വസ്ത്രം തേച്ചിട്ട് സ്വിച്ച് ഓഫ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടാവും. അല്ല ചന്ദ്രേ, നീ തേക്കുന്നുണ്ടായിരുന്നല്ലോ. ഞാൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് തന്നെയാ വന്നത്. എന്നാലും പോയി നോക്ക്. എനിക്കിത്ര ഉറപ്പുണ്ടെന്നേ. ഡ്രസ് കത്തിയാ അതിന്റെ നഷ്ടം നിനക്ക് തന്നെ കേട്ടോ. ഇതാരെങ്ങനെ ചെയ്തേ?
ഡ്രസ്സായിരുന്നു. നോക്കട്ടെ. ആ കൊള്ളാലോ. നിനക്ക് ശ്രദ്ധയില്ലേ? ഡ്രസ്സ് കരിഞ്ഞ മണം വരുന്നു ഞങ്ങൾ പറഞ്ഞപ്പോഴും ഒരു കുഴപ്പമില്ലെന്നും പറഞ്ഞ് നെകളിച്ച് നിൽക്കുമായിരുന്നല്ലോ. ഇപ്പൊ എങ്ങനെയുണ്ടടി? പോയപ്പോ ആർക്ക് പോയി?